അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ മേഖലകളിൽ പാകിസ്ഥാൻ ശക്തമായ വ്യോമാക്രമണം നടത്തി. അഫ്ഗാനിസ്ഥാനിലെ നംഗർഹാർ, പക്തിക എന്നീ പ്രവിശ്യകളിലാണ് പാകിസ്ഥാൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത്. അതിർത്തികൾക്കപ്പുറമുള്ള ഭീകരവാദികളുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷൻ എന്നാണ് പാകിസ്ഥാൻ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാനിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടിയെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. ആക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി താലിബാൻ ഭരണകൂടം പറഞ്ഞു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലും വടക്കൻ പടിഞ്ഞാറൻ പ്രവിശ്യകളിലും നടന്ന ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ 7 ഒളിത്താവളങ്ങൾ തകർത്തതായി പാക് മന്ത്രി അവാത്തുള്ള തരാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ അഫ്ഗാൻ താലിബാൻ ശക്തമായി വിമർശിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. ആക്രമണം നടന്നത് ഭീകര കേന്ദ്രങ്ങളിലല്ല, മറിച്ച് സാധാരണക്കാർ താമസിക്കുന്ന മേഖലകളിലാണെന്ന് അഫ്ഗാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് പറഞ്ഞു. ബഖ്സൂദ് ജില്ലയിൽ ഒരു വീടിന് മുകളിൽ ബോംബ് വീണ് ഒരു കുടുംബത്തിലെ 16 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. മരിച്ചവരിൽ പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു. പാകിസ്ഥാന്റെ മറുപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇതിന് തക്കതായ മറുപടി നൽകുമെന്നും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിരിക്കുകയാണ്. ഈ ആക്രമണം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.